BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. GST പരിഷ്കരണം, വരുമാന നഷ്ടമുണ്ടാകും, യാതൊരു തരത്തിലും പഠനം നടത്തിയിട്ടില്ല മന്ത്രി KN ബാലഗോപാൽ. GST പരിഷ്കരണത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തണമെന്ന ആവശ്യം അംഗീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നികുതി കുറയ്ക്കുന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കേണ്ടത്. ടാക്സ് കുറയ്ക്കുമ്പോൾ കമ്പനികൾ അതിന്റെ വില കൂട്ടാറുണ്ട്. കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനും വരുമാന നഷ്ടമുണ്ടാകും. ഓട്ടോമൊബൈൽ, സിമന്റ്, ഇലക്ട്രോണിക്സ്, ഇൻഷുറൻസ് എന്നീ 4 മേഖലകളിൽ മാത്രം കേരളത്തിന് 2500 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. ടാക്സ് കുറയ്ക്കുമ്പോൾ കമ്പനികൾ അതിന്റെ വില കൂട്ടാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നഷ്ടമുണ്ടാകും. വില കുറയുമ്പോൾ ഉപഭോഗം വർദ്ധിക്കും. അതിലൂടെ വരുമാന നഷ്ടം പരിഹരിക്കപ്പെടും എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. യാതൊരു തരത്തിലും പഠനം നടത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നോട്ട് നിരോധനം പോലെ ജനകീയ പ്രഖ്യാപനമല്ല, പഠനമാണ് വേണ്ടതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നികുതി നഷ്ടം നികത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ചെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പുകയില പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് 40% നികുതി എന്ന തീരുമാനമുണ്ടാകുമ്പോൾ ബാക്കിയുള്ള തുക സംസ്ഥാനങ്ങൾക്ക് നൽകില്ല. അത് കേന്ദ്രം തന്നെ കൈവശം വയ്ക്കും. ലോട്ടറി നികുതി 28% തുടരണം എന്ന ആവശ്യം അംഗീകരിച്ചില്ല. അത് 40% നികുതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷത്തോളം സാധാരണക്കാരെ ബാധിക്കുന്ന മേഖലയാണെന്ന് യോഗത്തെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മൾട്ടി ടാസ്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് ഇനി മുടങ്ങില്ല. പുതിയ പിക്ചർ ഇൻ പിക്ചർ മോഡ് വരുന്നു. ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ട് റീൽസുകൾ കാണുന്നതിനായി പിക്ചർ ഇൻ പിക്ചർ മോഡ് അവതരിപ്പിക്കുവാൻ മെറ്റ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. ഈ പുതിയ ഫീച്ചർ വരുന്നതോടെ ഇൻസ്റ്റഗ്രാം റീൽസുകൾ കാണുന്നതിനിടയിൽ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ഒരു ചെറിയ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ റീൽസ് പ്ലേ ചെയ്യുന്ന ഈ ഫീച്ചർ മൾട്ടി ടാസ്കിംഗ് എളുപ്പമാക്കും. ഈ ഫീച്ചർ പ്രത്യേകിച്ച് ദൈർഘ്യമേറിയ റീൽസുകൾ കാണുമ്പോൾ ഏറെ ഉപകാരപ്രദമാകും. മാത്രമല്ല, ചില ഉപയോക്താക്കൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഫീച്ചർ ഇതിനോടകം ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇൻസ്റ്റഗ്രാം തലവൻ ആദം മൂസേരി നേരത്തെ തന്നെ ഈ ഫീച്ചർ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ടിക്ടോക്ക്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പിക്ചർ ഇൻ പിക്ചർ മോഡ് ഇതിനകം തന്നെ ലഭ്യമാണ്. ഈ ഫീച്ചർ ഇൻസ്റ്റഗ്രാമിലും വരുന്നതോടെ ക്രിയേറ്റർമാരുടെ വീഡിയോകൾക്ക് കൂടുതൽ കാഴ്ചക്കാരെ ലഭിക്കുകയും വാച്ച് ടൈം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഉപയോക്താക്കൾക്കും ഈ ഫീച്ചർ എപ്പോൾ ലഭ്യമാകുമെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഈ സൌകര്യം ഉടൻ തന്നെ എല്ലാവർക്കും ലഭ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് സൂചന. ആഗോള അയ്യപ്പ സംഗമം, വിവാദങ്ങൾ കൊഴുക്കുന്നു. ബദൽ സംഗമം സംഘടിപ്പിക്കുവാൻ BJP നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പിന് ശക്തി പ്രാപിച്ചതോടെ വിവാദം കൊഴുക്കുന്നു. സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ വിശ്വാസികളുടെ സംഗമം സംഘടിപ്പിക്കുവാനാണ് BJP നീക്കം. ഈ മാസം 22-ന് അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കുവാനാണ് ആലോചന. BJP ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുള്ള സംഗമമായിരിക്കും നടക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നീക്കമാണ് BJP ആരംഭിച്ചിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുള്ള അയ്യപ്പ സംഗമമാണ് നടത്തേണ്ടതെന്നാണ് BJPയും സംഘപരിവാർ സംഘടനകളും ആവശ്യപ്പെടുന്നത്. പന്തളം കൊട്ടാരവും ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചിരുന്നു. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക്. മാത്യു തോമസിനെ നായകനാക്കി പ്രശസ്ത എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന റൊമാന്റിക് സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത്. 2025 ഒക്ടോബർ 10-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത്. റിലീസ് തീയതി അറിയിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട്. A&HS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ബാസ് തിരുനാവായ, സജിൻ അലി, ദീപൻ പട്ടേൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രണയവിലാസം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരായ ജ്യോതിഷയം, സുനു AV എന്നിവരാണ് ഈ ചിത്രം രചിച്ചിരിക്കുന്നത്. നെല്ലിക്കാംപൊയിൽ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ മികച്ച ശ്രദ്ധ നേടിയിരുന്നു. മാത്യു തോമസിനെ കൂടാതെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, അബു സലീം, റോണി ഡേവിഡ് രാജ്, വിഷ്ണു അഗസ്ത്യ, റോഷൻ ഷാനവാസ്, ശരത് സഭ, മെറിൻ ഫിലിപ്പ്, സിനിൽ സൈനുദ്ദീൻ, നൌഷാദ് അലി, നസീർ സംക്രാന്തി, ചൈത്ര പ്രവീൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ.
ടി സീരീസ് സൌത്ത് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത്. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട സുപ്രീം കോടതി. സിസിടിവി പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്തു. കസ്റ്റഡി മരണങ്ങളിൽ ഇടപെട്ട സുപ്രീം കോടതി. പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവികൾ പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. പല സ്റ്റേഷനുകളിൽ സിസിടിവികൾ ഇല്ലെന്നും കോടതി നിരീക്ഷണം. 2020 ജസ്റ്റിസുമാരായ റോഹിൻടൺ ഫാലി നരിമാൻ, KM ജോസഫ്, അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച സുപ്രധാന വിധിന്യായത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ സിസിടിവികൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കിയിരുന്നു. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസിടിവി സ്ഥാപിക്കുവാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന 3-ാം മുറ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടന്നുവരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പരിശോധിക്കുവാൻ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേരും. ഈ യോഗത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യും. നിയമവിരുദ്ധമായി പ്രതികളോട് പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS-നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നതായി കാണാം. 2023 ഏപ്രിൽ 5-ന് നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയുടെ ഇടപെടലിലൂടെയാണ് പുറത്തുവന്നത്. ഒരു സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചത്. രാഹുലിനെതിരായ നടപടിയിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു VD സതീശൻ. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം ശരിയാണെന്നും വിഷയത്തിൽ കൂട്ടായ തീരുമാനമാണ് എടുത്തതെന്നും VD സതീശൻ പറഞ്ഞു. നടപടിയിൽ A ഗ്രൂപ്പ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇരകൾ ആരും രേഖാമൂലം പരാതി നൽകാതിരുന്നിട്ടും രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിര് കടന്ന നടപടിയായി പോയെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ നേതൃത്വവും VD സതീശനെ പിന്തുണയ്ക്കുന്നവരും തയ്യാറല്ല. പാർട്ടിയിലെ ഉന്നത തലത്തിൽ മതിയായ കൂടിയാലോചന നടത്തിയാണ് തീരുമാനമെടുത്തത്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളോടും MP-മാരോടും അഭിപ്രായം തേടിയിരുന്നു. എല്ലാവരും കടുത്ത നിലപാടിനെ പിന്തുണച്ച ശേഷമാണ് സസ്പെൻഡ് ചെയ്യുവാനുള്ള തീരുമാനം KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള തീരുമാനവും KPCC-യുടേതായിരുന്നുവെന്നും സതീശനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.